നമ്മുടെ ലോകം അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളും ആ മാറ്റത്തിന് വിധേയരാകുന്നുണ്ട്. അതിൽ തന്നെ നമ്മൾ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തുന്നത് ടെക്നോളജിയുടെ വളർച്ചയാണ്. അതിവേഗം അനുനിമിഷമാണ് ഇതിന് മാറ്റം സംഭവിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ഒരു ഫുഡ് ഡെലിവറി ആപ്പ് തുറന്നാൽ 10 മിനിറ്റിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വസ്തുക്കൾ ലഭിക്കുന്ന സൗകര്യം ലഭ്യമാണ്. അതൊരു ആവശ്യക്കാരനെന്ന രീതിയിൽ നമുക്ക് ഗുണമാണ്. എങ്കിലും ആ സർവീസ് നമ്മളിലേക്ക് എത്തിക്കുന്ന ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഒരു നിർദ്ദേശമാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. 10 മിനിറ്റ് ഡെലിവറി നിർത്തലാക്കണമെന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പുതിയ നയം. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് അസൗകര്യമായി തോന്നാം, മറ്റു ചിലർക്കത് ബിസിനസിനെ ഇല്ലാതാക്കുന്ന തീരുമാനമായി തോന്നാം. പക്ഷെ ഒന്ന് ശാന്തമായി ചിന്തിച്ചാൽ ഇതൊരു രാജ്യത്തിന് എടുക്കാൻ പറ്റുന്ന ഏറ്റവും മനുഷ്യത്വപരമായ തീരുമാനങ്ങളിൽ ഒന്നാണെന്ന് മനസ്സിലാകും. ഇന്ന് സ്വിഗ്ഗി, സുമാറ്റോ, ബ്ലിങ്കിറ്റ്, സെപ്റ്റോ പോലുള്ള കമ്പനികൾ നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന ഈ 10 മിനിറ്റ് എന്നത് ഒരു സൗകര്യമല്ല, മറിച്ചൊരു മനുഷ്യനെ മരണത്തിലേക്ക് ഓടിക്കാൻ ഇടയാക്കുന്ന ഒരു ടൈമറാണ്. നമ്മൾ മൊബൈൽ സ്ക്രീനിൽ കാണുന്ന കൗണ്ട് ഡൗൺ റോഡിൽ ഓടുന്ന ഒരു ഡെലിവറി ഏജന്റിന്റെ നെഞ്ചിടിപ്പിനൊപ്പമാണ് പോകുന്നത് എന്ന സത്യം നമ്മൾ മറക്കുന്നു. നഗരങ്ങളിലെ ട്രാഫിക്കിന്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇടുങ്ങിയ റോഡുകൾ, സിഗ്നൽ തെറ്റിക്കുന്ന വാഹനങ്ങൾ, പെട്ടെന്ന് തിരിയുന്ന ബസ്സുകൾ, എവിടെ നിന്നെന്നറിയാതെ ഓട്ടോകൾ. ഇതിന്റെ നടുവിലൂടെ ഒരു യുവാവ് ബൈക്കിൽ പാഞ്ഞു പോകുന്നത് തന്റെ വിനോദത്തിനല്ല, തന്റെ കുടുംബത്തിന്റെ അന്നം മുടങ്ങരുത് എന്ന ഒരേ ഒരു കാരണത്താലാണ്. വൈകിയാൽ റേറ്റിംഗ് കുറയും, ഇൻസെന്റീവ് നഷ്ടപ്പെടും, തുടർച്ചയായാൽ ജോലി തന്നെ പോകുമെന്ന ഭയം അവന്റെ ഹെൽമെറ്റിനുള്ളിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. അവൻ റിസ്ക് എടുക്കുന്നത് ധൈര്യം കൊണ്ടല്ല, നിർബന്ധം കൊണ്ടാണ്. നമുക്കൊരു ബിരിയാണി 10 മിനിറ്റ് വൈകി കിട്ടിയാലുള്ള അസഹിഷ്ണുത അവന്റെ ജീവിതം മുഴുവൻ വൈകിപ്പിക്കാൻ ഇടയാക്കുന്ന അപകടമായി മാറാം. അത് നമ്മൾ ഒരിക്കലും തിരിച്ചറിയുന്നില്ല, ആലോചിക്കുന്നുമില്ല. ഭൂരിഭാഗം ഡെലിവറി ഏജന്റുമാർക്കും ഉറപ്പുള്ള ഒരു ഇൻഷുറൻസ് ഇല്ല. അപകടമുണ്ടായാൽ ചികിത്സാ ചെലവ് സ്വന്തം പോക്കറ്റിൽ നിന്ന്. ജോലിക്ക് പോകാനാവാതെ വന്നാൽ കുടുംബം മുഴുവൻ പട്ടിണിയിലേക്ക്. ആ ഒരു ആപ്പ് മറ്റൊരു റൈഡറെ നിയമിക്കും, നമ്മൾ മറ്റൊരു ആപ്പിൽ ഓർഡർ ചെയ്യും. പക്ഷെ ആ വീട്ടിൽ തീരാത്ത നഷ്ടം മാത്രമായിരിക്കും ബാക്കിയുണ്ടാവുക. ഇത്തരത്തിൽ മനുഷ്യജീവനെ ഒരു മാർക്കറ്റിംഗ് ടൂളായി ഉപയോഗിക്കുന്ന ബിസിനസ് മോഡലുകളോട് അല്പം ശ്രദ്ധിക്കണമെന്ന് പറയേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. അതാണ് കേന്ദ്രം ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇത് ബിസിനസിനെതിരായ നടപടിയല്ല, അനിയന്ത്രിതമായ മനുഷ്യാവകാശ ലംഘനത്തിനെതിരെയുള്ള ഇടപെടലാണ്. 10 മിനിറ്റ് കൊണ്ട് ഡെലിവറി എന്നത് നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ഒന്നല്ല. വിശപ്പ് മാറാൻ 10 മിനിറ്റ് എന്നൊരു നിയമവുമില്ല. ഗ്രോസറി 10 മിനിറ്റ് വൈകിയാൽ ജീവിതം തകരാനും പോകുന്നില്ല. പക്ഷെ ഇപ്പോൾ തന്നെ വേണമെന്ന മാനസികാവസ്ഥ വളർത്തി അതിന്റെ വില മനുഷ്യനെ കൊണ്ട് കൊടുപ്പിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാകുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടണം. ലോകത്തിലെ പല രാജ്യങ്ങളും ഇതിനകം തന്നെ ഡെലിവറി ടൈം നിയന്ത്രിക്കുകയും റൈഡർ സുരക്ഷ നിയമപരമായി ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം കൺവീനിയൻസ് ഒരിക്കലും ഹ്യൂമൻ ലൈഫിനേക്കാൾ വലുതാകരുത് എന്ന അടിസ്ഥാന ചിന്ത അവിടെയുണ്ട്. ഈ തീരുമാനം പിൻവലിക്കപ്പെടരുത്, മറിച്ച് കൂടുതൽ ശക്തമാകണം. മിനിമം ഡെലിവറി ടൈം നിശ്ചയിക്കണം, ഇൻഷുറൻസ് നിർബന്ധമാക്കണം, അപകടമുണ്ടായാൽ മുഴുവൻ ഉത്തരവാദിത്തം കമ്പനികൾ ഏറ്റെടുക്കണം. ഒടുവിൽ നമ്മളും ഒരു ചോദ്യമെങ്കിലും സ്വയം ചോദിക്കണം: 10 മിനിറ്റ് വേഗതയ്ക്കായി ഒരാൾ തന്റെ ജീവിതം പണയപ്പെടുത്തുന്നത് ന്യായമാണോ? നമ്മൾ ഓർഡർ ചെയ്യുന്ന ആപ്പ് ഒരു സ്ക്രീനാണ്, പക്ഷെ അത് എത്തിച്ചു നൽകുന്നത് ഒരു മനുഷ്യനാണ്. അവൻ ഓടിക്കുന്നത് ഒരു ബൈക്കല്ല, അവന്റെ ജീവിതമാണ്. അതുകൊണ്ട് തന്നെ പറയാം, 10 മിനിറ്റ് ഡെലിവറിയേക്കാൾ ആവശ്യം സുരക്ഷിതമായ ഡെലിവറിയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതൊന്ന് പരിഗണിക്കണം.